ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ഗാർഡൻ. മിച്ചൂസ് ഗാർഡൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ബിഗോണിയ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ വീണ്ടും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ ഒരുപാട് സ്റ്റോക്ക് നമുക്കുണ്ട്. റെയർ വെറൈറ്റി, നോർമൽ വെറൈറ്റി ഒക്കെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ നേരിട്ട് എത്തിച്ചേരാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും കേട്ടോ. അതുകൂടാതെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. അഗ്ലോണിമയും കലാത്തിയും കലേഡിയും ഇതൊക്കെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബിഗോണിയ കണ്ടാലോ. ഒരുപാട് വെറൈറ്റി ബിഗോണിയാസ് ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല കൂടിയ വെറൈറ്റി ഉണ്ട്, കുറഞ്ഞ വെറൈറ്റി ബിഗോണിയാസും ഉണ്ട്. ഇതൊക്കെ ബുഷിയായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി. സത്യത്തിൽ ഞാൻ നോക്കിയിട്ട് വീഡിയോസിനേക്കാളും നമ്മൾ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ടോ ഈ ബിഗോണികളൊക്കെ നേരിട്ട് കാണാനായിട്ട്. നമുക്ക് മഴക്കാലത്ത് വളർത്താൻ പറ്റാവുന്ന നല്ല അടിപൊളി ചെടിയാണ് കേട്ടോ ബിഗോണിയ പ്ലാന്റ്സ്. അത് ഒട്ടും കെയറിങ് വേണ്ട, ആ ഒരു തണുപ്പ് കിട്ടിയാൽ മതി. വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് കുറച്ച് വെയിലില്ലാതെ കുറച്ച് തണുപ്പ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ, ചൂടധികം അടിക്കാത്ത സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന അടിപൊളി, ശരിക്കും പറഞ്ഞാൽ ഇലയുടെ ഭംഗി നമുക്ക് ഇത്രയും കിട്ടുന്ന മറ്റൊരു ചെടി ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. പല ടൈപ്പിൽ കേളി വെറൈറ്റി ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. നമ്മുടെ അഗ്ലോണിമയിൽ ഒരുപാട് റെയർ വെറൈറ്റി കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കുണ്ടല്ലേ. അതുപോലെ തന്നെ ബിഗോണിയയിൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകളുണ്ട് കേട്ടോ. നല്ല റേറ്റ് കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇല കുത്തി പിടിപ്പിച്ച് നമുക്ക് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കാൻ പറ്റും. അതാണ് നമുക്ക് പ്രൊപ്പഗേഷൻ വളരെ ഈസി ആയിട്ട് നടക്കും. കണ്ടോ, കഴിഞ്ഞ ദിവസം ഞാനൊരു ഇല കുത്തി വെച്ച പ്ലാന്റാണ്. നമുക്കിത് ഒരു മാസമായുള്ളൂ വെച്ചിട്ട്. അതിനുള്ളിൽ നമുക്ക് 2 തൈകളാണ് ഇപ്പോൾ അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഇത് കുറച്ച് വലുതായിക്കാണ്ട് നമുക്ക് രണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഈ ഒരു വെറൈറ്റിയുടെ ഒരു ഒടിഞ്ഞു പോയ ലീഫ് എടുത്ത് ഞാൻ കുത്തി വെച്ചപ്പോൾ അതിനകത്ത് ഉണ്ടായതാണ് കേട്ടോ ഈ ചെടികൾ. അതുപോലെ നമുക്ക് ഒടിഞ്ഞു പോകും അല്ലെങ്കിൽ മുറിഞ്ഞു പോകുമെന്ന് തോന്നുന്ന കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ മാറ്റി വെച്ചാൽ നമുക്ക് പുതിയ പുതിയ ചെടികളാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് കണ്ടോ, ഇത് നമ്മൾ ഇല കുത്തി വെച്ചിട്ട് നമുക്ക് വേറെ ചെടി ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ഒടിഞ്ഞു പോയ ഇലകളിൽ നമുക്ക് ഒരുപാട് പുതിയ ചെടികൾ നമുക്കെല്ലാം കിട്ടും. എല്ലാ ഇല കുത്തിയ ചെടികളും നമുക്ക് ഓക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. നമുക്ക് ഒരു 120 രൂപ മുതൽ സ്റ്റാർട്ടിങ് തുടങ്ങും കേട്ടോ പ്രൈസ്. ഇത് സൽസ എന്ന് പറഞ്ഞൊരു കാറ്റഗറിപ്പെട്ട ബിഗോണിയാണ്. സത്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴല്ല ഇതിൻ്റെ ഒരു ഭംഗി. ഇതിങ്ങനെ ബുഷിയായിട്ട് ചട്ടി നിറഞ്ഞ് നിൽക്കുമ്പോൾ ഭയങ്കര ഭംഗിയത് കാണാനായിട്ട്. ഇതൊക്കെ ഒരു വല്ലാത്തൊരു കളറ്, ഒരു ഗ്രീൻ കളറ്. ഗ്രീൻ ആണെന്ന് വെച്ചാൽ ഗ്രീൻ ഒരു പ്രത്യേകത്തെ വെറൈറ്റി, ഒരു ആഷ് മിക്സ് ചെയ്തൊരു ഗ്രീനും ആഷും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഈ ഒരു വെറൈറ്റിയൊക്കെ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് 200 രൂപയാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാലറിയാം, ഒരു വളരെ ലൈറ്റായിട്ടുള്ളൊരു പ്രത്യേക തരം പച്ച കളറാണ് ഇതിൻ്റെ വരുന്നത്. അതുപോലെ ഈ ഒരു വെറൈറ്റീസൊക്കെ നമുക്കുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 200 രൂപയാണ്. അതുപോലെ നമുക്ക് 100 രൂപയ്ക്ക് കൊടുക്കുന്ന വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ ഒരുപാട്. ഈ ഒരു വെറൈറ്റിയൊക്കെ നമ്മൾ 100 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു ബിഗോണിയാണ്. കേളി ഭയങ്കര റെയറാണ്, അതുപോലെ തന്നെ വിലയും കൂടുതലാണ് കേട്ടോ. ഈ ഒരു കേളി വെറൈറ്റി ബിഗോണിയ നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഭംഗി. അപ്പോൾ റെയർ ബിഗോണിയ, അഗ്ലോണിമ പോലെ റെയർ ബിഗോണിയ കളക്ട് ചെയ്യുന്ന ആളുകൾക്കും മറ്റ് ബിഗോണികളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ റെയർ ആയിട്ടുള്ള ബിഗോണിയാണ്. കേളി വെറൈറ്റീസിനാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് വരുന്നത്. അത് നിങ്ങൾക്ക് ബിഗോണി നിങ്ങൾ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുമേ. അഗ്ലോണിമ തന്നെ കേളി വെറൈറ്റി ബിഗോണിയാസിന് നല്ല മാർക്കറ്റുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലീഫ് ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ടത്. ഇതിൻ്റെ ഒരു ലീഫ് ഇപ്പോൾ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഞാനിപ്പോൾ തന്നെ അത് വേറെ ഏതെങ്കിലും ഒരു പോട്ടിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് പുതിയ ചെടിയായിട്ട് നമുക്ക് വളർന്ന് ഉറപ്പായിട്ടും കിട്ടും. പ്രത്യേകിച്ച് അതൊരു മഴക്കാലം എന്ന് മാത്രമല്ല, നമുക്ക് വേനൽക്കാലത്താണെങ്കിൽ നമ്മളതൊരു തണുപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ എനിക്കിപ്പോൾ ഒടിഞ്ഞു പോയി കിട്ടിയ കഷ്ണങ്ങളാണ്. ഞാൻ ഇതൊക്കെ സമയം പോലെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കും. എന്നിട്ട് എനിക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ നടാറുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ബിഗോണിയ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, അതിനകത്ത് തണ്ട് മൂത്ത ഏറ്റവും അടിയിലുള്ള ഒരു ലീഫ് നിങ്ങൾ ഒടിച്ചിട്ട് നിങ്ങൾ വേറൊരു മണൽ മാത്രമുള്ളൊരു പോട്ടി മിക്സിലേക്ക് നിങ്ങൾ കുത്തി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് എങ്ങാനും ഒരു ചെടി നഷ്ടപ്പെട്ട പോലെ നമുക്ക് മറ്റൊരു ചെടി കൂടി നമുക്ക് കിട്ടും. അപ്പം നമുക്കിനി ബിഗോണികൾ നോക്കിയാലോ. ഇതിൻ്റെയൊക്കെ ഒരു പ്ലാന്റ് കാണാൻ ഭയങ്കര ഗംഭീര ഭംഗിയാണ് കേട്ടോ. നമുക്ക് നോർമൽ ബിഗോണികളാണ് ഒരുപക്ഷെ കെയിനേക്കാളും റയറിനേക്കാളും ഭംഗിയായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ലീഫ് മെച്ചറാകുന്നതനുസരിച്ച് ഭയങ്കര വലിയ ലീഫാകും. ചെടി കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഈ ഒരു ബിഗോണിയ എന്ന് പറഞ്ഞാൽ സന്ധ്യ ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും.
ഒരിത്തിരി ഇരുട്ട് കയറി കഴിയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഒരു ഗ്രീനൊക്കെ നമുക്കൊരു ബ്ലൂ ഷെയ്ഡ് പോലെ ഇങ്ങനെ ഇല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുമ്പോൾ ശരിക്കും ആ ഗ്രീൻ ഒരു ബ്ലൂ ആയിട്ട് മാറാറുണ്ട്. ഈ ഒരു 250 റുപ്പീസിൻ്റെ ബിഗോണിയാണ് കേട്ടോ ഈ ഒരു ബിഗോണിയൊക്കെ വരുന്നത്. ഇതൊക്കെ 200 റുപ്പീസിൻ്റെയാണ്. ഈ ഒരു വെറൈറ്റി ബിഗോണിയൊക്കെ 200 റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ഈ ഒരു ഐറ്റമൊക്കെ നമ്മൾ കൊടുക്കുന്നത് 120 റുപ്പീസിനാണ്. 120 റുപ്പീസ് മാത്രം, 120 രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ബിഗോണിക്കൊക്കെ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത്. അതുപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മറ്റൊരു അടിപൊളി ബിഗോണിയാണ് കേട്ടോ ഇത്. ബിഗോണി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന നല്ല ഭംഗിയുള്ള നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ 250 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല അടിപൊളി പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ശംഖിൻ്റെ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട പ്ലാന്റ് എടുക്കട്ടെ. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് 120 റുപ്പീസിനാണ്. കേളിയാണെങ്കിൽ ഈ ഒരു പ്ലാന്റൊക്കെ നമ്മൾ 120 റുപ്പീസിനാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള ട്വിസ്റ്റഡ് ആയിട്ടുള്ള നോർമൽ വെറൈറ്റീസും കെയിൻ വെറൈറ്റീസും ഒക്കെ നമുക്ക് ബിഗോണി അവൈലബിൾ ആണ്. ഇത് നോക്കുക, സൂപ്പറായിട്ടുള്ള ഒരു മറ്റൊരു കരിഞ്ഞ കാപ്പിപ്പൊടി കളർ കയറി വരുന്ന ഒരു ബിഗോണിയാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല റേറ്റിനാണ് കേട്ടോ. ഈ ഒരു റെയർ ബിഗോണിയൊക്കെ നോർമൽ വെറൈറ്റീസാണ് നമ്മൾ 150 to 200 ആ റേഞ്ചിൽ നമ്മൾ കൊടുക്കാനുള്ളത്. ഇതൊക്കെ കെയിൻ്റെ കൂടിയ വെറൈറ്റീസാണ്. റെയർ വെറൈറ്റി ബിഗോണികൾക്ക് നമുക്ക് 500-ന് മുകളിൽ പ്രൈസ് ഉണ്ട്. നോർമൽ വെറൈറ്റീസിനൊക്കെ നമ്മൾ 200 രൂപയ്ക്കാണ്. ഇതൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റ് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഫയർ വർക്ക്സിൻ്റെ ബിഗോണിയും അതുപോലെ ഈ ഒരു ഗ്രീൻ വെറൈറ്റീസ് ഇതൊക്കെ നമ്മൾ 200-250ക്കാണ് കൊടുക്കുന്നത്. ഇതൊക്കെ അത്യാവശ്യം റേറ്റുള്ള കേളി വെറൈറ്റീസാണ്. കേളിക്ക് നമുക്ക് അത്യാവശ്യം പ്രൈസ് ഉണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റാൻഡിലിരിക്കുന്ന പ്ലാന്റ്സൊക്കെ നമ്മൾ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതുപോലെ ഫയർ വർക്കിൻ്റെ ഒക്കെ ഈ പ്ലാന്റ് നമ്മൾ 250 റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത്. നല്ല അടിപൊളി ബിഗോണാസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് നട്ട് വളർത്തി നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ വളരെ ഭംഗിയാക്കാൻ പറ്റിയ ഒരു ബിഗോണിയ ചെടികളാണ് ഇന്ന് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്ലാന്റ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം, അല്ലാതെ നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.